Hey guys, welcome to my seminar. Hope you're doing well. So, I am Fatima Shipla PV from S6 BCom. This seminar is based on the subject Auditing and Corporate Governance taken by Farshana Miss. My topic is very simple and very short. Disadvantages of internal check. കഴിഞ്ഞ സെമിനാറുകളിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് നമ്മളെ ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് എന്താണെന്നും ഇൻറ്റേർണൽ ചെക്ക് എന്താണെന്നും അതിൻ്റെ അഡ്വാൻറ്റേജസ് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ സെമിനാറുകളിലൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞതാണ്. സോ നെക്സ്റ്റ് ടോപ്പിക് ഈസ് മൈ ടോപ്പിക് ഈസ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇൻറ്റേർണൽ ചെക്ക്. വളരെ ചെറിയ ടോപ്പിക്കാണ്. സോ അതൊന്ന് ഷോർട്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഓൾറെഡി അറിയാം വാട്ട് ഈസ് ഇൻറ്റേർണൽ ചെക്ക്. എന്നാലും ഒന്ന് റിവൈസ് ചെയ്യിപ്പിക്കാൻ നമുക്ക് വിചാരിച്ചു ഞാൻ. സോ ഇൻറ്റേർണൽ ചെക്ക് ഈസ് ആൻ അക്കൗണ്ടിംഗ് പ്രൊസീജിയർ whereby routine entries for transactions are handled by more than one employee in such a manner that the work of one employee is automatically checked against the work of another for detection of errors and irregularities. And also it's an arrangement of bookkeeping routine that errors and fraud are automatically prevented or discovered by the very operation of the bookkeeping itself. നമുക്കറിയാം, it is an accounting procedure whereby the routine entries of a company is checked again and again by different employees for the purpose of the detection of errors and hidden errors and to avoid the irregularities in transaction. അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ് ഇതിൻ്റെ ടോപ്പിക്. അഡ്വാൻറ്റേജസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു മുൻപുള്ള സെമിനാറുകളിൽ. സോ അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് നമുക്ക് സമപ്പ് ചെയ്തിട്ട് നമുക്ക് 6 ഹെഡ്സിൻ്റെ കീഴിൽ തരംതിരിക്കാം. ഫസ്റ്റ് വൺ ഈസ് എക്സ്പെൻസീവ്, സെക്കൻഡ് വൺ ഈസ് not applicable for small organization, third one is monotonous for the workers, fourth one is risky for the auditor, fifth one is disorder in work, and the sixth one is chances of collusion or conflicts. നമുക്ക് ഓരോ പോയിന്റും ഷോർട്ടായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. The first one is it's so expensive. We know internal check system is more expensive and time consuming. അത് ഭയങ്കര എക്സ്പെൻസീവും ടൈം കൺസ്യൂമിങ്ങും ആണ്. നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്മോൾ ഓർഗനൈസേഷൻസ് അഥവാ റിസോഴ്സസ് ഒക്കെ വളരെ കുറവുള്ള ചെറിയ ഓർഗനൈസേഷൻസിനൊന്നും അതൊട്ടും സ്യൂട്ടബിൾ അല്ല. ഈ ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റത്തിന് ഒരുപാട് സ്റ്റാഫുകളെയൊക്കെ ആവശ്യമുണ്ട്. സോ അത് ഈ ഒരുപാട് സ്റ്റാഫുകളൊക്കെ ആവശ്യമുള്ളത് കാരണം അത് ഇറ്റ് ഇൻക്രീസസ് ദി കോസ്റ്റ്. ഇൻക്രീസ് ഇൻ കോസ്റ്റ് ഓട്ടോമാറ്റിക്കലി make the system more expensive. That's why it's said that internal check system is so expensive. So അതാണ് അതിൻ്റെ ഫസ്റ്റത്തെ ഡിസഡ്വാൻറ്റേജ്. And the second one is not applicable to small organization. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആദ്യം തന്നെ നമ്മൾ അത് ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ട് അത് നമ്മുടെ ലാർജ് ഫേംസിനൊക്കെ സ്യൂട്ടബിൾ ആവുള്ളൂ. എന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ അതിന് മതിയായിട്ടുള്ള റിസോഴ്സസും കാര്യങ്ങളും ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സും ഒക്കെ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അത് സ്മോൾ ഓർഗനൈസേഷന് ഒട്ടും സ്യൂട്ടബിൾ അല്ല. ഇറ്റ്സ് നോട്ട് സ്യൂട്ടബിൾ ഫോർ സ്മോൾ ഫേംസ് ബിക്കോസ് ഇറ്റ് റിക്വയർ മോർ എഫേർട്ട് വേണം, മോർ ടൈം വേണം, കുറേ സ്റ്റാഫുകൾ വേണം. സോ ഇറ്റ്സ് അൺസ്യൂട്ടബിൾ ഫോർ ദ ബിസിനസ് ഓർഗനൈസേഷൻ ഹാവിങ് ഫ്യൂവർ ട്രാൻസാക്ഷൻസ് and also having fewer resources. And the third one is monotonous or slackness for the work. ഇങ്ങനെ ഇന്റേർണൽ ചെക്ക് സിസ്റ്റം കാരണം ഓഡിറ്റർ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് ഓൺ ഇന്റേർണൽ ചെക്ക് while conducting the final audit. The auditor may show slackness in the work. It may decrease the quality of his work also. എന്ന് വെച്ചാൽ നമ്മൾ റിപ്പീറ്റേറ്റീവായിട്ട് ഒരു കാര്യത്തിൽ തന്നെ ഇങ്ങനെ നമ്മളെ ഈ ഒരു ചെക്ക് സിസ്റ്റത്തിന് ഫോളോ ചെയ്യുമ്പോൾ അത് നമ്മുടെ ഓഡിറ്റേഴ്സിൻ്റെ ഇടയിൽ അവരുടെ വർക്കിനെ ബാധിക്കും, അവരുടെ വർക്കിൻ്റെ ക്വാളിറ്റിനെ ബാധിക്കും. അവർക്ക് സ്ലാക്നെസ്സും മടുപ്പും ഒക്കെ ഇത് കാരണമായിട്ട് ഉണ്ടാവും. കാരണം റിപ്പീറ്റ് ചെയ്ത് ആ ഒരു പ്രോസസ്സ് തന്നെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ. സോ ഇറ്റ് കോസസ് മോണോട്ടോണസ്
slackness for the work. അതാണ് നമ്മുടെ third disadvantage. And the fourth one is it's so risky for the auditor. നമ്മുടെ ഇന്റേണൽ ചെക്ക് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ ഓഡിറ്ററെ വെച്ച് നോക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര റിസ്ക്കിയാണ്. Auditor mainly depends on test checking of accounts. When there is a good internal check system in operation, detailed checking is not possible in big firms. The auditor presumes that the accounts are correct, but if the books of accounts turns to be incorrect and inaccurate, the auditor will be liable for all problems. എന്ന് വെച്ചാൽ ഓഡിറ്റർ കംപ്ലീറ്റ്ലി ഇന്റേണൽ ചെക്ക് സിസ്റ്റത്തിൻ്റെ റിപ്പോർട്ടിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അദ്ദേഹം വിചാരിച്ചിരിക്കുന്നത് ഇതൊക്കെ കറക്റ്റാണ്, അക്യുറേറ്റ് ആണെന്നൊക്കെ. ബട്ട് അതിൽ എന്തെങ്കിലും ചെറിയ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിൻ്റെ പാർശ്വഫലമായിട്ട് വരുന്ന എല്ലാ പ്രശ്നങ്ങളും ഈ ഓഡിറ്ററുടെ തലയിലാവും. പിന്നെ it's so risky job for the auditor, so it causes risk for the auditor, mainly for the auditor, not only for the auditor but mainly for the auditor. അതാണ് നമ്മുടെ fourth disadvantage. And the fifth one is disorder in work. Yeah, we know it causes disorder in work. If the system is not properly organized, there is a chance of disorder in the working of the business. An auditor cannot be relied on if he does not conduct tests with procedures of his own. ഈ സിസ്റ്റത്തെ നമ്മൾ നല്ല കറക്റ്റായിട്ടുള്ള രീതിയിൽ ഓർഗനൈസ് ചെയ്യാതിരുന്നാൽ ഇറ്റ് മേ കോസ് ഡിസോർഡർ ഇൻ വർക്ക് ഓഫ് ഓൾ ദി വർക്കേഴ്സ്, ഓൾ ദി ഓഡിറ്റേഴ്സ്, ഓൾ ദി എംപ്ലോയീസ്. അതാണ് നമ്മൾ ഈ സിസ്റ്റത്തിനെ പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്യാനുള്ള സ്റ്റാഫ്സും കാര്യങ്ങളും ഒക്കെ ഇതിന് അത്യാവശ്യമാണ്. സോ അതിലെന്തെങ്കിലും പാളിച്ചകൾ സംഭവിച്ചാൽ ഇറ്റ് മേ കോസസ് ഡിസോർഡർ ഇൻ വർക്ക്. അതാണ് നമ്മുടെ ഫിഫ്ത്ത് ഡിസഡ്വാൻറ്റേജ്. And the sixth and last one is chances of collusion or conflict. Yeah, conflict among the workers or among the auditors. Under the system, one's work is checked by another staff that later detects errors and frauds. So there are chances of conflict between or among the staffs. ഒരേ നമ്മുടെ ട്രാൻസാക്ഷൻസോ നമ്മുടെ എൻട്രീസ് ഒക്കെ ഒരുപാട് ആളുകൾ റിപ്പീറ്റ് ചെയ്തിട്ട് അത് ചെക്ക് ചെയ്ത് പോവുകയാണ്. സോ ആദ്യത്തെ ആൾക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്ത തെറ്റുകൾ രണ്ടാമത്തെ ആൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞുവെങ്കിൽ അത് അവർ തമ്മിലൊരു പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ അവർ തമ്മിലൊരു കോൺഫ്ലിക്റ്റിനെ ഇടയാക്കുന്നുണ്ട്. സോ അതാണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്തത് അവർ കണ്ടുപിടിച്ചല്ലോ എന്നുള്ള അങ്ങനൊരു ചിന്താഗതികളൊക്കെ അവരുടെ ഉള്ളിൽ വരുന്നുണ്ട്. അപ്പോൾ അത് ചാൻസ് ഇറ്റ് മേ കോസ് ചാൻസസ് ഫോർ collusion or conflict among the staff's workers. Staffs may form a group for personal benefit which leads to delay in the work and increase errors and frauds. അത് കാരണത്താൽ അവർക്ക് തമ്മിലൊരു സിങ്കില്ലാതാവും. ആ സിങ്കില്ലായ്മ നമ്മുടെ കമ്പനീനെ നമ്മളെ ഓർഗനൈസേഷനെ നല്ലോണം ബാധിക്കും ചെയ്യുന്നത്. അതാണ് ചാൻസസ് ഓഫ് കൊല്യൂഷൻ ഓർ കോൺഫ്ലിക്റ്റ് അമംഗ് ദി സ്റ്റാഫ്സ് വർക്കേഴ്സ്. ഇത്രയാണ് നമ്മുടെ ഡിസഡ്വാൻറ്റേജസ്. നമ്മൾ 6 ഹെഡ്സിൻ്റെ കീഴിൽ നമ്മൾ സമ്മപ്പ് ചെയ്തിട്ടുള്ളത്. ഇത് കൂടാതെ ഇതിന് നമ്മൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള വർക്കേഴ്സിന് ആവശ്യമാണ്, ഒരുപാട് സ്കിൽഡ് ലാബേഴ്സിന് ആവശ്യമാണ്, ഇതിനെക്കുറിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നവർ ആവശ്യമാണ്. അങ്ങനെയുള്ള ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ബട്ട് നമ്മുടെ ക്രീമായിട്ടുള്ള ഡിസഡ്വാൻറ്റേജസ് ഇതൊക്കെയാണ്. സോ നമ്മളത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ നമുക്ക് ഒന്നുകൂടെ സമ്മപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇറ്റ്സ് സോ എക്സ്പെൻസീവ്, it's not suitable for small firms, it may cause monotonous for the workers, it's risky for the auditor, it may cause disorder in the work, and it may cause it may be led to chances for collusion or conflict among the workers. Yeah, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. സോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വല്ലതും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഇൻട്രസ്റ്റ് ആൻഡ് അറ്റൻഷൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു all.